എക്സിറ്റ് പെർമിറ്റ് എങ്ങനെ എടുക്കാം അതൊന്ന് നോക്കിയാലോ. അതെ, ജൂലൈ 1, 2025 മുതൽ കുവൈത്തിൽ പുതുതായി വരുന്ന ഒരു നിയമം. 18 നമ്പർ വിസക്കാർ കുവൈത്തിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ, അത് വെക്കേഷൻ ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്കായാലും, കുവൈത്തിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ നമുക്ക് അവിടെ എയർപോർട്ടിൽ കാണിക്കേണ്ട എക്സിറ്റ് പെർമിറ്റ് എങ്ങനെ എടുക്കാം, അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്ന്. ഏത് സാധാരണക്കാർക്കും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു നിയമം ഉള്ളത് 18 നമ്പർ വിസക്കാർക്ക് മാത്രമേ ഉള്ളൂ. അവരുടെ ആ സഹലാപ്പിൽ മാത്രമേ ഒരു സിസ്റ്റം വന്നിട്ടുള്ളൂ. 20 നമ്പർ വിസക്കാരുടെ സഹലാപ്പിൽ ആ ഒരു സിസ്റ്റം വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇതിൽ പിന്നെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ, അതായത് സഹലാപ്പ് ഓപ്പൺ ചെയ്ത പാട് ഫസ്റ്റ് അറബിയിലായിരുന്നു, അതിൻ്റെ ശേഷം അത് ഇംഗ്ലീഷിലേക്ക് വന്നു. ഇപ്പം നമുക്ക് ഈ ഒരു എക്സിറ്റ് പെർമിറ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ സഹലാപ്പിൻ്റെ ലാംഗ്വേജ് അറബിയിലേക്ക് മാറ്റി കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ ഒരു ഓപ്ഷൻ അതിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സഹലാപ്പ് ഓപ്പൺ ചെയ്ത പാട് അത് അറബിയിലേക്ക് മാറ്റണം. എന്നിട്ട് നമുക്ക് ഈ ഒരു എക്സിറ്റ് പെർമിറ്റ് നമുക്കതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് എങ്ങനെയെന്ന് നമുക്ക് എളുപ്പത്തിലൊന്ന് നോക്കാം. ആദ്യം സഹലാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സഹലാപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇങ്ങനെയുള്ളൊരു പേജായിരിക്കും വരുന്നത്. അപ്പോൾ ഏറ്റവും മുകളിൽ ഇടത് സൈഡിൽ ഈ കാണുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് അറബിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഏറ്റവും താഴെ കണ്ടല്ലോ അറബി, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മുടെ സഹൽ അറബിയിലേക്ക് മാറി. അതിൻ്റെ ശേഷം നമ്മൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം ഏറ്റവും താഴെ വലത്ത് നിന്നും ഇടത്തോട്ട് രണ്ടാമത്തെ ഓപ്ഷനിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സർവീസിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് മാൻ പവർ അതോറിറ്റിൻ്റെ ഒരു ലോഗോ കണ്ട അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് നിങ്ങളൊന്ന് അറബി അറിയാത്ത ആൾക്കാരാണെങ്കിൽ അതൊന്ന് കൗണ്ട് ചെയ്യുക. ആറാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും അതിൻ്റെ താഴെയുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു പേജ് വരും. ഇങ്ങനെയുള്ള പേജ് നിങ്ങൾ മുകളിലൊരു ഡേറ്റും താഴെ ഒരു ഡേറ്റും കണ്ട. ആദ്യത്തെ ഡേറ്റ് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന ഡേറ്റ് കൊടുക്കാനും രണ്ടാമത്തത് തിരിച്ചു വരുമ്പോഴുള്ള ഡേറ്റ് കൊടുക്കാനും ഉള്ളതാണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ബ്ലൂവിൽ നമ്മൾ ഓക്കെ അടിച്ചു കൊടുത്തെങ്കിൽ നമ്മുടെ കമ്പനിയുടെ സഹയിലേക്ക് നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ പോകും. പിന്നെ നമുക്ക് അപ്രൂവൽ തരേണ്ടത് നമ്മുടെ കമ്പനിയാണ്. അപ്പോൾ അവർ എക്സിറ്റ് പെർമിറ്റ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ നമ്മളെ സഹേൽ ആപ്പിലേക്ക് അവിടെ നിന്നുള്ള നോട്ടിഫിക്കേഷനും വരും. അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ അത് കാണിച്ചിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഏത് സാധാരണക്കാരനും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നിലവിൽ 18 നമ്പർ വിസക്കാരുടെ സഹേൽ ആപ്പിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളൂ. 20 നമ്പർ വിസക്കാരുടെ സഹേൽ ആപ്പിൽ ഈ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല. അതിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇതിൽ കാണിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു, ഞങ്ങൾ ജൂണിൽ നാട്ടിൽ പോകുന്നുണ്ട്, നമ്മൾ തിരിച്ചു വരുന്ന ജൂലൈ കഴിഞ്ഞതിന് ശേഷമാണ്, അപ്പോൾ നമുക്ക് ഈ എക്സിറ്റ് പെർമിറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അവർക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ ഒരു നിയമം പ്രാബല്യത്തിലാകുന്നത് ജൂലൈ 1 മുതലാണ്. ജൂലൈ 1-ന് ശേഷം പോകുന്ന ആൾക്കാർക്ക് ഇത് നിർബന്ധമായിരിക്കും. അതിന് മുമ്പ് പോകുന്ന ആൾക്കാർക്ക് പ്രശ്നമില്ല. അവർക്ക് ജൂലൈക്ക് ശേഷം തിരിച്ചു വരുന്നുണ്ടെങ്കിലും അവർക്ക് അത് ബാധകമായിരിക്കൂല. കണ്ടല്ലോ സുഹൃത്തുക്കളെ, വളരെ എളുപ്പത്തിൽ ഏത് സാധാരണക്കാരനും ഈ ഒരു എക്സിറ്റ് പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നു. എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.